ഇവിടുന്ന് ഓരോ ചായ കുടിച്ചിട്ട് പോകാം. ഇറങ്ങിക്കോ. കാട്ടിനകത്തോട്ട് കയറിയ പിന്നെ കുടിക്കാനൊന്നും കിട്ടുകയല്ല. ആ, എല്ലാവർക്കും ഒരേ ചായ എടുക്ക്. ജബ്ബാറെ, കണപ്പ, ഡോക്ടർ എവിടെ? പോയി നോക്കണം. കണ്ണപ്പ, ജബ്ബാറിന്റെ ആളിവിടെ ഉണ്ട്. പിടിയാന്. കിട്ടി കിട്ടി, ആളെ കിട്ടി. അയാളെന്തിനാ നമ്മുടെ കൂടെ വരുന്നത്? അയാള് നല്ല ഒരു ഡോക്ടറാ. എനിക്കൊരു ചെറിയ പനിയുണ്ടല്ലോ. പിടിവിട് പിടിവിട്. എന്തിനാ ഓടിയത്? ഞാൻ എന്നും ഓടാറുണ്ടല്ലോ. ഇതിന് പെങ്ങളുടെ മോതിരം മാറലായതുകൊണ്ട് ഓടാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ ആവശ്യത്തിന് ഓട്ടം കിട്ടി. ശരി, അപ്പൊ നമുക്ക് പുറപ്പെടാം. ഭാർഗവൻ, കണ്ടോടോ ഡോക്ടറെ, ഞങ്ങളുടെയൊക്കെ ജീവിതം. ആത്മധൈര്യം ഇല്ലാത്തവനോട് ഒരു രക്ഷയില്ലടോ. എനിക്ക് ആത്മധൈര്യം ഉണ്ടാക്കി താടോ കിഴങ്ങ, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാരും ചാവും. ധൈര്യം എന്താണോ? സാമ്പാറോ അവിയലോ മറ്റാണോ പറയുമ്പോ ഉണ്ടാക്കി തരാം.
ഇവിടെ വാ. താൻ എന്ത് പിണ്ണാക്കാടോ അമേരിക്ക പോയി പഠിച്ചത്? ബില്ലാദിനെ കൊണ്ടുപോവാ, ബുഷിനെ കൊണ്ടുപോവാ, എല്ലാവന്റെയും വട്ടുമാറ്റി തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അതൊക്കെ എന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാ ഭാർഗവ. മാത്രമല്ല പഠിച്ചതുമല്ല ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ അവസ്ഥയാണോ ഇത്? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ധൈര്യം വേണ്ടി കിട്ടിയില്ലെങ്കിൽ നീ ജീവിതമില്ല. ഞാൻ മനഃശാസ്ത്രം പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നെ കൊലക്ക് കൊടുക്കല്ലേ ഭാർഗവ. ഫ്രോയിഡിനും യൂങ്ങിനും മനഃശാസ്ത്രത്തെ പറ്റി എത്ര പുസ്തകം വേണമെങ്കിലും എഴുതാം. അവർക്കാർക്കും ഈ അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. എന്റെ അവസ്ഥ ഭാർഗവ, പ്രായമായ അമ്മയുണ്ട്, പെങ്ങളെ കല്യാണം കഴിപ്പിച്ചയക്കണം. വയസ്സുകാലത്ത് എനിക്കും കല്യാണം കഴിക്കണമെന്ന് മോഹം ഉണ്ടായിപ്പോയി. കൈവിട് ഭാർഗവ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ഭാർഗവ. ഭാർഗവണ്ണ, ഭാര്യപ്പനെ വിടരുത്. ദൈവമേ, ഇത്രയും നല്ലൊരു അവസരം കിട്ടിട്ട് അവസാനമായിട്ട് ചോദിക്കാൻ, എനിക്ക് കാഞ്ചി വലിക്കാൻ ധൈര്യം തരാൻ എന്തെങ്കിലും വിദ്യ തന്റെ കയ്യിലുണ്ടോ? കാഞ്ചി വലിക്കണമെങ്കിൽ കാഞ്ചി വലിക്കാന്നുള്ള വിദ്യയുള്ളൂ. എന്റെ കൈ വിറയ്ക്കുന്ന താൻ കാണുന്നില്ലല്ലോ. കൈ വിറക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കേസ് പഠിക്കാൻ സമയം തരണം എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. അതിനൊക്കെ ഇനി എപ്പോഴാണോ സമയം? എല്ലാം കഴിഞ്ഞില്ലേ? രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ വെടിവെച്ചില്ലേ? അതിനുള്ള ധൈര്യം കിട്ടിയില്ലേ? പിന്നെന്താ പ്രശ്നം? അത് ഞാൻ അറിഞ്ഞോട് സംഭവിച്ചാണോ? ആണോ? ഈശ്വര, ഞാൻ എന്ത് സമാധാനം പറയും? ഹലോ, ഞാൻ ഭാർഗവനാണ്. ഇല്ല, മാരിയപ്പന്റെ നേരെ 6-7 വെടിയാൻ വെച്ചു. 1-2 കൊണ്ടു. പക്ഷെ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. രക്ഷപ്പെട്ടെന്നോ? എന്ന് വെച്ചാൽ എന്റെ 20 കോടി പോയെന്നോ? സമ്മതിക്കില്ല ഞാൻ. പോയത് തിരിച്ചു പിടിക്കാതെ ജീവനോടെ എന്റെ മുമ്പിൽ താൻ വരരുത്. 1-2 20 കോടിയാണ്. ഭാർഗവ, തന്നെ ഞാൻ ചുട്ടുകരിക്കും. രാമനാഥനാ പറയുന്നത്. കഞ്ചാവ് മാഫിയ തുലയട്ടെ! ധീര വീര ധനവാന! ധീര വീര ധനവാന! കഞ്ചാവ് മാഫിയ അതിശക്തമാണ് ഇവിടെ. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ലഹരിയുടെ അടിമകളാക്കി കോടികൾ കൊയ്യുന്ന ഭീകരന്മാരുടെ താവളമാണെന്ന് കേരളം. ആത്മാഭിമാനമുള്ള ഒരു മലയാളി ഈ അപമാനഭാരം താങ്ങി എത്ര നാൾ തലകുനിച്ചു നിൽക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എക്സൈസ് മന്ത്രി ശ്രീമാൻ ധനിവച്ചപുരം ധനപാലന്റെ ധീരമായ ഈ നടപടി. ഇവിടെ തൊട്ടടുത്ത് അദ്ദേഹം തന്നെ നേരിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച കഞ്ചാവ് തോട്ടം ഇന്നിവിടെ തീയിട്ട് നശിപ്പിച്ചുകൊണ്ട് വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന വ്യാപകമായ കഞ്ചാവ് വേട്ടയ്ക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ അഭിമാനമായ, നമ്മുടെ അഹങ്കാരമായ ബഹുമാനപ്പെട്ട മന്ത്രിയെ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. ഒരു സാധാരണ പ്രവർത്തകനായി പൊതുരംഗത്ത് പ്രവർത്തിച്ചു വന്ന ആളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാം. അധികാരം ഒരിക്കലും എന്നെ മോഹിപ്പിച്ചിട്ടില്ല. മറിച്ച് അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മന്ത്രിസ്ഥാനം വേണ്ട വേണ്ട എന്ന് ഞാൻ പലവട്ടം പാർട്ടിക്കാരോട് അപേക്ഷിച്ചു. പക്ഷേ എന്നെ വിട്ടില്ല. എന്റെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാൻ എന്തിനാണ് എനിക്കൊരു മന്ത്രിസ്ഥാനം? എന്തിനാണ് ഒരു MLA സ്ഥാനം? ആദർശമാണ് എനിക്ക് വലുത്. അത് ഞാൻ എന്നും മൂർക്കപ്പിടിക്കും. ആദർശം ബലികഴിക്കേണ്ട സന്ദർഭം എപ്പോഴെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഈ കുപ്പായി ഞാൻ വലിച്ചെറിയും. കഞ്ചാവ് മാഫിയയെ ഞാൻ വെറുതെ വിടില്ല.
തുരത്തും ഞാൻ അവരെ. ആ കാണുന്ന തോട്ടം നശിപ്പിക്കൽ സ്വാഗതപ്രാസം ഞാൻ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഈ സംസ്ഥാനത്തെ അവസാനത്തെ കഞ്ചാവ് ചെടി നശിപ്പിക്കും വരെ ഇനി എനിക്ക് വിശ്രമമില്ല. ഒരു ചുക്കും നടക്കില്ല. റോഡരികിൽ കാക്ക കാഷ്ടിച്ചുണ്ടായ 5-6 കഞ്ചാവ് ചെടികൾ തീയിട്ട് നശിപ്പിച്ചാൽ പത്രത്തിലും ടിവിയിലും നിങ്ങൾക്ക് ഹീറോ ആകാം. 100 കണക്കിന് ഹെക്ടറിൽ യഥാർത്ഥ കഞ്ചാവ് കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ ഉൾക്കാട്ടിൽ വേറെയുണ്ട്. അതിന്റെ ഒന്നും 4 അയലത്ത് ചെല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. ആരാടോ താൻ? അവിടെ ചെന്നാ വിവരം അറിയും. തോക്കും ബോംബും ഉണ്ട് അവിടെ. ഇത്രയും വലിപ്പമുള്ള പാറ കല്ലുകൾ മേലേന്ന് ഉരുണ്ടു വരും. അപ്പൊ വാലും പൊക്കി ഓടേണ്ടി വരും. അവസാനത്തെ കഞ്ചാവ് ചെടി നശിപ്പിക്കും അത്രേ. അലക്കി തേച്ച കതറുവിട്ട് നുണ പറയാൻ ഇറങ്ങിയിരിക്കുന്നു. പിടിയടാവനെ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോന്നറിയാനോ? ആളുകളെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് മുഹൂർത്ത സമയമായപ്പോ ഏതോ ഒരു കാട്ടുകള്ളന്റെ കൂടെ ഇറങ്ങി അങ്ങ് പോവാ. പൊയ്ക്കോ, പോയി അവന്റെ കൂടെ തന്നെ അങ്ങ് പൊറത്തോ. ആ കൊള്ളക്കാരനുമായിട്ട് നിനക്ക് എന്താ ഇടപാടെന്ന് എനിക്ക് ഇന്നറിയണം. അത് അറിഞ്ഞിട്ട് മതി കല്യാണമെന്നാ വിനോദം പറഞ്ഞത്. അമ്മ ബോംബ് കണ്ടിട്ടുണ്ടോ? ഒരാനയ്ക്ക് പോലും എടുത്താൽ പൊങ്ങാത്ത പാറക്കല്ലുകൾ അമ്മയുടെ നേർക്ക് എന്നെങ്കിലും ഉരുണ്ട് വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഭ്രാന്തന്മാരെ ചികിത്സിച്ച് ഇവനും ഭ്രാന്തായിരിക്കുക.